ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ബോണ്ട റെസിപ്പിയാണ്. ഇതൊന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പാലൊന്ന് പിരിച്ചിട്ട് അതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ഈർപ്പമൊന്നും ഒരുപാട് അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഫിൽറ്റർ ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം ഇത് നമുക്കൊരു ബൗളിലേക്ക്, ഇത് 2 കവർ പാലിൻ്റേതാണ്, ഞാനിതിൽ പകുതി ഭാഗം ഒരു ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. യാദൃശികമായി പാല് പിരിഞ്ഞു പോയാലും നമുക്ക് ആ ഒരു പാൽക്കട്ടി കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അത് വെറുതെ നമ്മൾ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രീതിയിൽ ബോണ്ട തയ്യാറാക്കിയാൽ വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പനീറെല്ലാം ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ മൈദമാവാണ്. ഈ ഒരു മാവിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു മധുരം ബാലൻസ് ചെയ്യുന്നതിന് ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തായാലും നമുക്കിത് തയ്യാറാക്കി എടുക്കാം. കുറച്ചുകൂടെ ഹെൽത്തി ശർക്കര ആയതുകൊണ്ട് ഞാൻ ശർക്കര ചേർക്കുന്നു. ശർക്കര പാനിയാക്കി ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചുക്ക ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനായി കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ തേങ്ങാക്കൊത്ത് നെയ്യിലാണ് മൂപ്പിച്ചെടുക്കുന്നത്. ഇതുകൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് നെയ്യൊന്നും ആവശ്യമില്ല. 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തേങ്ങാക്കൊത്ത് വേണം ഈ ഒരു ബോണ്ടയ്ക്ക്. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിന് കുറച്ച് കാഷ്യൂ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ബോണ്ടയുടെ ഒരു ടേസ്റ്റ് കൊടുക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഇതെല്ലാം തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിനൊരു ഗോൾഡൻ കളറൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു മിക്സ് ഒന്ന് തണുത്ത ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മാവിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം തണുത്ത ശേഷം ഞാൻ ഈ ഒരു മാവിൻ്റെ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു പനീറിൽ അത്യാവശ്യം ഒരു ഈർപ്പം ഉണ്ടാവും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമായി വന്നിട്ടുള്ളൂ. ഇതൊന്ന് കുഴിച്ചെടുത്ത ശേഷം ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷം വേണം നമ്മളിതിൻ്റെ ബോണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ പാനൊന്ന് നന്നായി ചൂടായ ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, ഇതിൻ്റെ ഉൾവശം വേകാതെ പോകും. അതുപോലെ തന്നെ സോഡാപ്പൊടി ചേർക്കുന്ന സമയത്തും കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോണ്ട പൊട്ടിപ്പോകും. ഇത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പൊടിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തൊക്കെ ചെറുതായിട്ട് ഈ ശർക്കര ഒന്ന് മെൽറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മെൽറ്റായ ശർക്കര ഇതിലിരുന്നിട്ട് നന്നായിട്ട് കറുത്ത് പോകും. അതുകൂടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഓയിൽ റീയൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. കടകളിലൊക്കെ തയ്യാറാക്കുന്നത് പോലെ നിറയെ എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും ഇത് വളരെ കുറഞ്ഞ ഓയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. എല്ലാ സൈഡും തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ബോണ്ട തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് പാലൊക്കെ പിരിഞ്ഞ് പോകുന്ന സമയത്ത് ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പിരിഞ്ഞ പാൽക്കട്ടി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ബോണ്ട തയ്യാറാക്കാവുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ബോണ്ടയേക്കാളൊക്കെ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് ചായയോടൊപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ എല്ലാം ഒന്ന് മൂപ്പിച്ച് ഈ ഒരു പരുവത്തിൽ ഞാൻ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.